രണ്ടാം അംഗത്തിനൊരുങ്ങി ബീഹാർ. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 122-ൽ 42 സീറ്റും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് NDA. ഇതിപ്പോൾ 42 സിറ്റിംഗ് സീറ്റുകൾ ഉണ്ട്. അതുകൂടാതെ അധികം പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലോ BJPയും NDAയും? കൃഷ്ണാജ, ദിവസങ്ങൾ നീണ്ട പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചിരുന്നു. അതിശക്തമായിട്ടുള്ള പ്രചരണം, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ, ബീഹാറിന്റെ പരിവർത്തനം, ജനക്ഷേമ പദ്ധതികൾ, ഇവയിൽ ഊന്നിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരണത്തിലൂടെ വ്യക്തമായ മേൽക്കൈ നേടാനും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ RJDയിൽ നിന്നുൾപ്പെടെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം NDA ക്യാമ്പിനുണ്ട്. BJPയും JDUവും LJPയും HAMും ചേർന്ന NDA അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തി. മറുവശത്ത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ RJDയും ബീഹാറിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അതാണ് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ RJDക്ക് അപ്പുറത്ത് കോൺഗ്രസും ഇടത് പാർട്ടികളും RJDക്കൊപ്പം ഉയർന്നു വരികയോ അല്ലെങ്കിൽ അതിനനുസൃതമായി ജനപിന്തുണ നേടിയെടുക്കുകയോ ശക്തമായ പ്രചാരണം നയിക്കുകയോ രാഹുൽ ബീഹാറിന്റെ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രചാരണത്തിൽ ഏർപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ മുൻപോട്ട് വരാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. നാളെ 20 ജില്ലകളിൽ, അതായത് ഗയ, മധുബനി, ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് തുടങ്ങിയിട്ടുള്ള 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തും. 1300-ലധികം സ്ഥാനാർത്ഥികളാണ് ജനങ്ങളുടെ വോട്ട് തേടുന്നത്. അതിൽ നിലവിൽ 122-ൽ 42-ഉം BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതായത് ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ 2 ജില്ലകളിലായി 21 മണ്ഡലങ്ങളുള്ളതിൽ 16-ലധികം സീറ്റുകൾ BJPയുടേതാണ്. കൂടാതെ ഈ മിഥിലാഞ്ചൽ മേഖല, വടക്കൻ ബീഹാർ മേഖലയിൽ അതിശക്തമായിട്ടുള്ള സ്വാധീനം, ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും ഗൂണ്ടാരാജ് അവസാനിപ്പിച്ചുകൊണ്ടും BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് നാളെ ബീഹാർ രണ്ടാം ഘട്ട അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്നത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. നാളെ വടക്കൻ ബീഹാർ മേഖലയിലാണ് പൂർണ്ണമായും വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പട്ന ഉൾപ്പെടെ ബീഹാറിന്റെ സെൻട്രൽ മേഖല, നഗരപ്രദേശങ്ങൾ വോട്ടെടുപ്പിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഉള്ളത് മിഥിലാഞ്ചൽ മേഖല എന്ന് വിശേഷിപ്പിക്കുന്ന ബീഹാറിന്റെ വടക്കൻ മേഖലയിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മാതാ സീതാദേവി ടെമ്പിൾ, അതായത് ജാനകി ദേവിയുടെ ജന്മസ്ഥലമാണിത്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുൻപേ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി പൂജയും തറക്കല്ലിടൽ ചടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. ആ ഒരു പൂജയിൽ കാശിയിൽ നിന്നുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ പങ്കെടുത്തു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ ഒരു ക്ഷേത്ര നഗരിയാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനപ്പുറത്തേക്ക് സീതാമടി എന്ന ഈ ഒരു മേഖലയുടെ വികസനം, അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ക്ഷേത്ര നഗരിയായി ഉയർത്തുന്നതിനുള്ള ക്രമീകരണവും അതിനുള്ള പദ്ധതിയുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്നത്. ഈ ഒരു പുണ്യഭൂമി ബീഹാർ എന്നുള്ളത് അത്തരത്തിൽ ആത്മീയ സാംസ്കാരിക പുണ്യഭൂമികളുടെ കൂടി നാടാണ്. നളന്ദ, ഗയ, മധുബനി, ഇവിടെയും സീതാമടി, മാതാ സീതാദേവിയുടെ ജന്മദേശം, അത്തരത്തിൽ നിരവധി പുണ്യഭൂമികളുടെ കൂടി സാംസ്കാരികമായ ഉന്നതിയിലുള്ള ഭൂമികൾ കൂടിയാണ് ബീഹാറിലുള്ളത്. പിന്നീട് പല ഘട്ടങ്ങളിൽ ആധുനിക ഭാരതത്തിൽ ക്രമേണ വിവിധ കാരണങ്ങൾ കൊണ്ട് ബീഹാറിന്റെ ആ സാംസ്കാരിക മൂല്യത്തിന് ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ബീഹാർ ശോഭിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ മാതാ സീതാദേവിയുടെ, ജാനകി ദേവിയുടെ നാട്ടിൽ ഒരു ഭവ്യ ക്ഷേത്രം ഉയരാൻ പോകുന്നു. അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ സീതാദേവിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശത്താണ്, സീതാമടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് അല്പം ദൂരം മാത്രമാണ് നേപ്പാളിലെ ജനക്പുരിയിലേക്ക്, അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന സീതാദേവിയുടെ ജനകരാജ്യന്മാരുടെ നാടായിരുന്ന ഇപ്പോഴത്തെ നേപ്പാളിലെ ജനക്പുരിയിലേക്ക് 40 കിലോമീറ്ററിലധികം മാത്രമാണ് നേപ്പാൾ അതിർത്തി കടക്കാനുള്ളത്. അത്തരത്തിലൊരു പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. സീതാമടിയിൽ ജില്ലയിൽ 8 മണ്ഡലങ്ങളുണ്ട്. അവിടെ അതിശക്തമായ സ്വാധീനം BJP NDAക്കുള്ളൊരു മേഖല കൂടിയാണ്. കൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ ജില്ലകൾ, അതിനപ്പുറത്തേക്ക് ഗയ, മധുബനി തുടങ്ങി കർഷകരും ഗ്രാമീണ മേഖലകളിലുള്ളവരുമാണ് നാളെ ഏറ്റവും അധികം വോട്ട് ചെയ്യാനെത്തുന്നത്. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, കർഷകരുടെ സംരക്ഷണം. ബീഹാർ നാളെ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വലിയ പ്രതീക്ഷയിലാണ് NDA BJP ഒക്കെ. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.